ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ PSC ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ദിവസം നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അതായത് നമ്മൾ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന ആവറേജ് സ്പീഡ് ഒരുപാട് തവണ നമുക്ക് എക്സാമിന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ആവറേജ് സ്പീഡിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ആവറേജ്, നമ്മൾ ആവറേജ് സ്പീഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ആവറേജ് എന്ന് നമ്മൾ അറിയണം. എന്താണ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ എൻ, അതായത് ശരാശരിയാണ് ഉദ്ദേശിക്കുന്നത്. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ, തുക ബൈ എണ്ണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. തുക ബൈ എണ്ണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ശരാശരി. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കിപ്പോൾ ശരാശരി നമുക്കുണ്ട്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ്, നമ്മൾ ശരാശരി തുക ബൈ എണ്ണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ഇത് ആവറേജ് ആണ്. പക്ഷെ നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ ആവറേജ് സ്പീഡാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ആവറേജ് സ്പീഡ്. അപ്പോൾ എന്തായിരിക്കും ആവറേജ് സ്പീഡ്? ആവറേജ് തുക ബൈ എണ്ണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആവറേജ് സ്പീഡ് എന്തായിരിക്കും? യെസ്, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ, അതായത് ശരാശരി വേഗത. എന്താ ശരാശരി വേഗത എന്ന് പറഞ്ഞത്? ശരാശരി വേഗത എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ആകെ സഞ്ചരിക്കാനെടുത്ത ദൂരം ഡിവൈഡഡ് ബൈ സഞ്ചരിക്കാനെടുത്ത സമയമാണ് നമ്മുടെ ശരാശരി വേഗത എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ശരാശരി വേഗതയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മൊത്തം 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോർമൽ കേസിൽ നമുക്ക് ശരാശരി വേഗതയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അതിലിപ്പോൾ ആദ്യത്തെ കേസ് എന്തായിരിക്കാം? ആദ്യത്തെ കേസ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ്, ആകെ സഞ്ചരിക്കുന്ന ദൂരവും സമയവും തരുന്ന ക്വസ്റ്റ്യൻ. ദൂരം അതുപോലെ തന്നെ ദൂരവും സമയവും തരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അതല്ല എങ്കിൽ പിന്നെ അടുത്തത് ദൂരവും സമയവും തരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് തരാം, ദൂരവും വേഗതയും തരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ദൂരവും വേഗതയും നമുക്ക് തരുന്ന സഞ്ചരിക്കുന്ന സമയം കാണാം. അടുത്തത് വേഗതയും സമയവും തരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദൂരം വേഗത തരുന്ന ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തത് വേഗത സമയം തരുന്ന ചോദ്യങ്ങൾ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദൂരം തുല്യവും അതുപോലെ തന്നെ വേഗത മാത്രമേ തരത്തുള്ളൂ. എന്ത് മാത്രമേ തരത്തുള്ളൂ? ദൂരം തുല്യവും വേഗത മാത്രം തരുന്ന ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും ഒന്നാമത്തത് ഇത്, രണ്ടാമത്തത് ഇത്, മൂന്നാമത്തത് ഇത്. ഇങ്ങനെ പ്രധാനമായിട്ടും 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഇന്ന് ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ CSEB ഒരു LD ക്ലർക്ക് പരീക്ഷ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ മുതൽ ഒരു ഡിഗ്രി ലെവൽ എക്സാം കൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ പരീക്ഷകൾക്കും, ഈ പറയുന്ന എല്ലാ പാറ്റേണിലുള്ള പരീക്ഷകൾക്കും കൃത്യമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത് ശരാശരി വേഗത. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നത്. ഇപ്പോൾ നോക്കി, ആദ്യത്തെ ചോദ്യം നോക്കി. എ മാൻ വാക്ഡ് 1/3 ഓഫ് എ സർട്ടൻ ഡിസ്റ്റൻസ് അറ്റ് 40 km/h. Another 1/3 ഈസ് അറ്റ് 30 km/h. ആദ്യത്തത് 40 ആയിരുന്നു, രണ്ടാമത്തത് 30 ആയിരുന്നു. ആൻഡ് റെസ്റ്റ് ബൈ 15 km. നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഇത് നോക്കാം. എ പേഴ്സൺ ട്രാവൽസ്
500 അത് ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നേരത്തെ ഞാൻ പറഞ്ഞത്. എ പേഴ്സൺ ട്രാവൽസ് 500 കിലോമീറ്റർ ബൈ ട്രെയിൻ അറ്റ് 50 കിലോമീറ്റർ പെർ അവർ, 600 കിലോമീറ്റർ ബൈ ഷിപ്പ് അറ്റ് 30 കിലോമീറ്റർ പെർ അവർ ആൻഡ് 400 കിലോമീറ്റർ ബൈ കാർ അറ്റ് 40 കിലോമീറ്റർ പെർ അവർ. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? ഇത് അടുത്തൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ നമുക്ക് 2-3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, അപ്പം ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് തരുന്നത്. നമുക്ക് ഓരോന്നും എന്നുവെച്ചാൽ മിക്സ് ചെയ്ത് പഠിക്കുക എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരേ ടോപ്പിക് ഒരുമിച്ചിടാതെ നമ്മളിത് മിക്സ് ചെയ്ത് പറയാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതെല്ലാ ടൈപ്പും ഇതിനകത്ത് കയറി വരും. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും? ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഈ ചോദ്യം നോക്കണ്ട. ഇത് നമ്മൾ എന്താണ് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്, എന്ത് ദൂരം തുല്യമായിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞത് ദൂരം തുല്യം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. ദൂരം തുല്യം. ദൂരം എന്താണ്? തുല്യമാണ്. ദൂരം തുല്യം. അപ്പോൾ അവിടെ എന്ത് തന്നിരിക്കും? വേഗത തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാമേ. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയുന്നതാണ്. എ എന്ന് പറയുന്ന ഒരു സ്ഥലവും ബി എന്ന് പറയുന്ന ഒരു സ്ഥലവും. അപ്പോൾ എയിൽ നിന്ന് ഒരാൾ ബിയിലേക്ക് പോയി. അയാൾ ട്രാവൽ ചെയ്ത സ്പീഡ് ഒരു 30 കിലോമീറ്റർ പെർ അവർ. 30 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇനി ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വരുന്നു. അത് 20 കിലോമീറ്റർ പെർ അവർ. അപ്പം നോക്കിയേ, എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ദൂരവും ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വരുന്നത്. ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നതും സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നതും, അല്ലെങ്കിൽ രാജു കടയിൽ പോകുന്നതും കടയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും രണ്ടും ഒരേ സാധനമാണ് അല്ലേ? അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസ് തന്നെയായിരിക്കും എന്താണ് തിരിച്ചു വരുന്ന ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷനെ കൊണ്ട് കേട്ടോ. ഇക്വേഷൻ ഇതാണ്, 2ab by a plus b എന്ന് പറയുന്ന ഇക്വേഷനിൽ ചെയ്യാം. 2 സ്പീഡാണെങ്കിൽ 2ab by a plus b. 3 സ്പീഡാകുമ്പോൾ ഇക്വേഷൻ കുറച്ചുകൂടെ വലുതാവും. 4 സ്പീഡാകുമ്പോൾ വീണ്ടും ഇക്വേഷൻ വലുതാവും. അപ്പോൾ കുറച്ച് ഇക്വേഷൻ അല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇക്വേഷൻ അല്ലാത്ത ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് ഞാൻ പറയും. നമ്മൾ സാധാരണ ട്രഡീഷണൽ അപ്രോച്ച് ആ ഇക്വേഷൻ അല്ല നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പുതിയൊരു മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നു. പുതിയൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ സ്പീഡ് 30, രണ്ടാമത്തെ സ്പീഡ് 20. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 30യും 20യുമാണ് ഇവരുടെ LCM നമ്മൾ എടുക്കുന്നു. 30യുടെയും 20യുടെയും LCM ആയിട്ടുള്ള നമ്മൾ എന്തെടുക്കുന്നു? LCM എത്രയാണ്? 60 ആണ് എന്നെഴുതി. അപ്പോൾ എന്താ നമ്മൾ സ്റ്റെപ്പ് ചെയ്തത്? 30, 20 അവരുടെ LCM എടുത്തു, നമുക്ക് 60 ആണെന്ന് മനസ്സിലാക്കി. ഇനി എന്ത് ചെയ്യുന്നു? ഇവിടെ ഇൻറ്റു 2 ചെയ്യുന്നു. ഇവിടെ ഇൻറ്റു നമുക്ക് 30യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 60 വരും. എന്താണ് 20യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 60 വരും. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. അപ്പോൾ ഈ കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 30 × 2 60 ആണ്, 20 × 3 എന്താണ്? 60 ആണ്. നമുക്ക് ആൻസറിലേക്ക് പോവാം. 60 എഴുതി. എന്താണ് നമ്മുടെ LCM ആയിട്ടുള്ള 60 ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ, മറന്നു പോകണ്ട. നമ്മുടെ LCM ആയിട്ടുള്ള 60 ആണ് എഴുതിയത്. ഡിവൈഡഡ് ബൈ ഈ 2ഉം 3യും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 5. അതെന്താ സംഭവം? അത് 2 + 3 ആണ്. അത് പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 വരുന്നത്. 5 ഇൻറ്റു ഇനി ഒരൊറ്റ സ്റ്റെപ്പ് കൂടിയുണ്ട്. ഇവിടെ എത്ര സ്പീഡുണ്ട്? 2 സ്പീഡുണ്ട്. അപ്പോൾ 2 സ്പീഡ് അല്ലേ? സ്പീഡിൻ്റെ കൗണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 2 സ്പീഡ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എത്ര കിട്ടും? ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 12 വന്നു. 12 ആണെങ്കിൽ 24 കിലോമീറ്റർ പെർ അവർ ആണ് ആവറേജ് സ്പീഡ്. ഈ ക്വസ്റ്റ്യൻ അല്ല നമ്മൾ ചെയ്യുന്നത്, വേറൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ആദ്യം നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ട് 2 സ്പീഡ് തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആവറേജ് സ്പീഡ് കാണുന്നത്. ചിലപ്പോൾ നമുക്ക് 3 സ്പീഡ് ആയിരിക്കും, ചിലപ്പോൾ 4 സ്പീഡ് ആയിരിക്കും. ഇനി എത്ര സ്പീഡ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഈ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ചെയ്യും. നമ്മളിവിടെ ഇക്വേഷൻ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അത് അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ എത്ര സ്പീഡ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എ മാൻ വാക്ക്ഡ് 1/3 ഓഫ് എ സർട്ടൈൻ ഡിസ്റ്റൻസ് ബൈ 40 കിലോമീറ്റർ പെർ അവർ. ഒരാൾ എന്ത് ചെയ്യുന്നു? അവിടെ എന്താണ് മൊത്തം ഡിസ്റ്റൻസ്? ഇപ്പൊ നോക്ക്, എയിൽ നിന്ന് ബിയിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. എയിൽ നിന്ന്
ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു, എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 1/3 ആണ്. 1/3 എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ 1/3? മൊത്തം ഡിസ്റ്റൻസിനെ 3 പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്യണം. അതാണ് 1/3. എ മാൻ വാക്ക്ഡ് 1/3 ഓഫ് എ സർട്ടൈൻ ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1/3 എന്ന് പറഞ്ഞാൽ ആകെ ഉണ്ടായിരുന്ന മൊത്തം ഡിസ്റ്റൻസിന്റെ 1/3 പോർഷൻ, അതായത് ഈ കാണുന്നതാണ് 1/3. ഓക്കെ, അപ്പൊ 1/3 പോർഷൻ ഓഫ് ദ ജേണി. അപ്പൊ ഇവിടെ നിന്ന് ഇതുവരെ 1/3 പോർഷൻ ആണ്. അതായത് എന്താണ്? മൊത്തം ഡിസ്റ്റൻസിന്റെ 1/3 ഭാഗം. മൊത്തം ഡിസ്റ്റൻസിനെ 3 തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് അതിൽ ഒരു ഭാഗമാണ് ഇത്രയും. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? ആ ഡിസ്റ്റൻസ് എത്ര സ്പീഡിൽ ട്രാവൽ ചെയ്തു? 40 കിലോമീറ്റർ സ്പീഡില് ട്രാവൽ ചെയ്തു എന്ന് പറയുന്നു. അനദർ 1/3, അടുത്ത 1/3 എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതാണ്. ഈ 1/3 പോർഷൻ എന്ന് പറയുന്നത് എത്രയിൽ ട്രാവൽ ചെയ്തു? 30 കിലോമീറ്റർ സ്പീഡിൽ ട്രാവൽ ചെയ്തു. 30 കിലോമീറ്റർ സ്പീഡിൽ ട്രാവൽ ചെയ്തു. ആൻഡ് ദ റെസ്റ്റ്, ബാക്കി എത്രയായിരിക്കും? അടുത്തത് വീണ്ടും 1/3 ഉള്ളൂ അല്ലേ? അത് എത്രയിൽ ട്രാവൽ ചെയ്തു? 15 ട്രാവൽ ചെയ്തു. 15 കിലോമീറ്റർ, എല്ലാം കിലോമീറ്റർ പെർ അവറിലാണ് കേട്ടോ. കിലോമീറ്റർ പെർ അവറിൽ ട്രാവൽ ചെയ്തു. ഓക്കെ, അപ്പൊ എന്താ സംഭവം? 3 ഡിസ്റ്റൻസ് സെയിം അല്ലേ? ഈ കാണുന്ന 1/3 ഈ കാണുന്ന 1/3 ഈ കാണുന്ന 1/3 ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് അല്ലേ? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് അല്ലേ? ദൂരം തുല്യമല്ലേ? അപ്പം നമ്മൾ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ആവറേജ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. കാരണം 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തെറ്റാൻ സാധ്യത. എന്താണ് തെറ്റാൻ സാധ്യത? നമ്മൾ നോക്കേണ്ട കാര്യം, നമുക്ക് ഇക്വേഷൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ നമ്മൾ എവിടെ എന്ത് അപ്ലൈ ചെയ്യണം എന്നതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ചിലപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാവും അല്ലേ? അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആദ്യത്തെ കേസ് ഡിസ്റ്റൻസ്, ദൂരം തുല്യമാണോ എന്ന് നമ്മൾ നോക്കണം. ദൂരം എന്താണ്? അത് തുല്യമാണെങ്കിൽ നമ്മൾ എന്തിൽ തന്നെ ചെയ്യണം? നമ്മളത് LCM മെത്തേഡിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് LCM മെത്തേഡ് നോക്കാം. 3 സ്പീഡാണ്, ഇക്വേഷൻ വളരെ വലുതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? ആദ്യത്തെ സ്പീഡ് ഞാൻ എഴുതി 40, രണ്ടാമത്തെ സ്പീഡ് ഞാൻ എഴുതി 30, മൂന്നാമത്തെ സ്പീഡ് ഞാൻ എഴുതി എത്രയാണ്? 15 എന്ന് എഴുതി. ഇനി എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്തെടുക്കുന്നു? ഇവരെ 3 പേരുടെയും കൂടി LCM എടുക്കുന്നു. ആടെ LCM എടുത്താൽ മതി? 40യുടെയും 30യുടെയും LCM എടുത്താൽ മതി. 120 LCM എടുത്തു. ഇനി 40നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 30നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 15നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 120 കിട്ടുന്നത്. എഴുതി. ഇനി എന്താ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്? നമ്മൾ LCM 120 എന്ന് എഴുതി ബൈ ഇട്ടു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതും കൂടെ 3 കൂടെ ആഡ് ചെയ്യണം. എത്ര കിട്ടും? 8ഉം 12, 12, 3, 15. ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്, മറന്നു പോകണ്ട. ഇൻറ്റു എത്ര സ്പീഡുണ്ട്? 1, 2, 3, 3 സ്പീഡുണ്ട്. നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ ആൻസർ എന്താ? 3ഉം 15 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5 എന്ന് വരും അല്ലേ? 5 വരും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 3ഉം 15 കൂടെ ക്യാൻസൽ, നമുക്ക് എത്ര ഉണ്ട്? 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 12 വരും അല്ലേ? ഇനി എത്ര ഉണ്ട്? ഇതിനെ വെട്ടുമ്പോൾ എത്ര കിട്ടും? ഇവിടെ നമുക്ക് കിട്ടുന്നത് 2. ഇനി 20-നകത്ത് എത്ര? 4, 24. നമുക്ക് എന്ത് കിട്ടി? 24 കിലോമീറ്റർ പെർ അവർ ആണ് ആവറേജ് സ്പീഡ്. അപ്പോൾ നമ്മൾ ആവറേജ് സ്പീഡിൻ്റെ 1ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് കോൺസ്റ്റന്റ്? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എ പേഴ്സൺ ട്രാവൽസ് 500 കിലോമീറ്റർ ബൈ ട്രെയിൻ അറ്റ് 50 kilometer per hour, 600 kilometer by ship at 30 kilometer per hour, and 400 kilometer by car at 40 kilometer per hour. What is the average speed എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. എന്താ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത? ഇവിടെ ഡിസ്റ്റൻസും തരുന്നു, സ്പീഡും തരുന്നു. ഇപ്പം ആദ്യത്തെ ഡിസ്റ്റൻസ് നോക്കിയേ, 500 കിലോമീറ്റർ. ഒരാൾ 500 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഏത് സ്പീഡിൽ? 50 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ട്രാവൽ ചെയ്തു. പിന്നെ എന്ത് ചെയ്യുന്നു? രണ്ടാമത് 600 കിലോമീറ്റർ അദ്ദേഹം ട്രാവൽ ചെയ്തു. ഏത് സ്പീഡിൽ? അത് 30 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ട്രാവൽ ചെയ്തു. ലാസ്റ്റ് വൺ എത്രയാണ്? 400 കിലോമീറ്റർ ആണ്. 400 കിലോമീറ്റർ എന്ത് ചെയ്തു? 40 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ എന്ത് ചെയ്തു? ട്രാവൽ ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവം?
നമുക്ക് ഡിസ്റ്റൻസും ഉണ്ട് സ്പീഡും ഉണ്ട്. ഡിസ്റ്റൻസും സ്പീഡും ദൂരവും വേഗതയുമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ശരാശരിയുടെ കൺസെപ്റ്റ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. എന്താണ് ശരാശരി വേഗതയുടെ കൺസെപ്റ്റ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. ശരാശരിയുടെ വേഗതയുടെ എന്താണ് കൺസെപ്റ്റ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ് ദൂരം ഡിവൈഡഡ് ബൈ സമയം ചെയ്യണം. ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡ് ബൈ സമയം. ശരാശരി വേഗത സമയം ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡ് ബൈ സഞ്ചരിക്കാനെടുത്ത സമയം. പക്ഷെ നമുക്ക് ആകെ സഞ്ചരിച്ച ദൂരം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം കിട്ടും. സമയമുണ്ടോ? സമയം ഇവിടെ ഉണ്ടോ? സമയം ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സമയം എടുക്കണം. സമയം നമ്മൾ എങ്ങനെ എടുക്കാം? സമയം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എങ്ങനെയാണ്? ഡിസ്റ്റൻസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? വേഗത കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിസ്റ്റൻസിനെ വേഗത കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം നമുക്ക് കിട്ടും. അപ്പം എങ്ങനെയാണ് ഇത് ഒരുമിച്ച് ചെയ്യുന്നതാണ് നമുക്ക് ബെറ്റർ. ആദ്യം നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് നോക്കാം. നമ്മൾ എന്ത് ചെയ്യണം? 500 പ്ലസ് 600 പ്ലസ് 400 ഡിവൈഡഡ് ബൈ ഇത് മൊത്തം എന്താണ്? നമ്മൾ സഞ്ചരിക്കാനെടുത്ത സമയം നമ്മൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആകെ ദൂരം എഴുതി. ആകെ ദൂരം. ഇനി ഇത് ഒരുമിച്ച് ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ. ഞാനിത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നിൻ്റെയും ടൈം കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 500 ഡിവൈഡ് ബൈ 50 10. അത് കഴിഞ്ഞ് എന്താണ്? 600 ഡിവൈഡ് ബൈ 30 20. അടുത്തത് 400 ഡിവൈഡ് ബൈ 40 10. ഇങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഞാൻ ആ മെത്തേഡ് അല്ല ഇവിടെ ഫോളോ ചെയ്യാൻ പോകുന്നത്. എന്താണ് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പഠിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എഴുതി. ഇനി നമ്മൾ ടൈം കണ്ടുപിടിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? 500 ഡിവൈഡഡ് ബൈ ഏത് സ്പീഡിൽ? 50 ആക്കുമ്പോൾ ആദ്യത്തെ ടൈം കിട്ടി. അടുത്തത് 600 ഡിവൈഡഡ് ബൈ എത്രയാണ്? 30 ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ടൈം കിട്ടി. അടുത്തത് 400 ഡിവൈഡഡ് ബൈ 40 ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ടൈമും കിട്ടും അല്ലേ? അങ്ങനെ നമുക്ക് നിലവിൽ 3 ടൈമുകളാണ് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. 6 4 10 15 1500. ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി നമ്മൾ എന്താണ് സഞ്ചരിക്കാനെടുത്ത സമയം കണ്ടുപിടിക്കാൻ പോവാണ്. ഇതൊന്ന് ക്യാൻസൽ ആയി. ഇപ്പോൾ ബാക്കി എത്രയെന്ന് വന്നു? നമുക്ക് 10 എന്ന് വന്നു. പ്ലസ് ഇതൊന്ന് ക്യാൻസൽ ആയി. ബാക്കി നമുക്ക് 20 എന്ന് വന്നു. പ്ലസ് ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് നമുക്ക് എത്രയെന്ന് എഴുതി? നമ്മൾ 10 എന്ന് എഴുതി. അപ്പോൾ ആൻസർ എന്തുമായിരിക്കും? 1500 ഡിവൈഡഡ് ബൈ 40 40 എന്ന് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതും കൂടെ നമുക്ക് വെട്ടാം അല്ലേ? അപ്പം നമുക്കിവിടെ 150 ഡിവൈഡ് ബൈ 4 ആണ് ചെയ്യേണ്ടത്. 150 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് 4 കൊണ്ട് വെട്ടി നോക്കിയാലോ? വെട്ടാം. 4 കൊണ്ട് വെട്ടി നോക്കാം. 4 കൊണ്ട് വെട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പകുതി എടുത്ത് നോക്കാം. അപ്പം എന്ത് കിട്ടും? 75/2. ഒന്നുകൂടെ എടുക്കുമ്പോൾ 37.5 കിലോമീറ്റർ പെർ അവറാണ് ഇദ്ദേഹത്തിൻ്റെ ആവറേജ് സ്പീഡ് എന്നെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു? നമ്മൾ രണ്ടാമത്തത് ദൂരവും വേഗതയും നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ. ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്? ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നോക്കിയാൽ നമുക്ക് അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. 1/3 ഓഫ് എ സർട്ടൈൻ ഡിസ്റ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞ അതേ സാധനം എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് എ ഡിസ്റ്റൻസ് ഈസ് കവേർഡ് എന്താണ്? അറ്റ് ദ റേറ്റ് ഓഫ് 25 km. നമ്മൾ നേരത്തെ 1/3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു അല്ലേ? അപ്പം എങ്ങനെയാണ്? ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് മനസ്സിലാക്കി. 1/3 അല്ലേ? അപ്പോൾ 1/3 ഭാഗം എന്ത് ചെയ്തു? ആദ്യത്തത് 25 ട്രാവൽ ചെയ്തു. രണ്ടാമത്തത് എത്രയാണ്? 30 ട്രാവൽ ചെയ്തു. അടുത്തത് 50 ട്രാവൽ ചെയ്തു. ഓരോന്നിനാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെത്തേഡ് തന്നെയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ്? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് അല്ലേ? അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ LCM മെത്തേഡ് ഫോളോ ചെയ്യുന്നു. 25 30 50. ഞാൻ എന്തിനാണ് ഇത് മിക്സ് ചെയ്തെടുത്തതെന്ന് അറിയാമോ? ആവറേജ് സ്പീഡ് കൂടുതലും ആൾക്കാർക്ക് ഏത് ക്വസ്റ്റ്യൻ ഏതാണെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരേ പാറ്റേൺ ഒരുമിച്ചാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യും. അത് വേണ്ട, നമുക്കിത് മിക്സ് ചെയ്ത് പോകുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു?
ആദ്യം LCM എടുക്കുന്നു. LCM എത്രയായിരിക്കും? 30, 50, 25. അപ്പോൾ എന്താണ് 30യുടെയും 25 കൊണ്ട് 50 കൊണ്ട് പറ്റാത്തതുകൊണ്ട് പറ്റും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിന് രണ്ടുപേരുടെയും LCM എടുത്താൽ മതി. ഓക്കെ, എത്രയായിരിക്കും LCM? 150 ആയിരിക്കും LCM. ഓക്കെ, 150 ആണ് LCM എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 × 6, ഇവിടെയാണെങ്കിൽ 5, ഇവിടെയാണെങ്കിൽ 3. നമ്മൾ ആൻസർ എങ്ങനെ വരും? 150 ഡിവൈഡഡ് ബൈ 5 3 8 8 6 14. 5 3 8 8 6 14 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? 30, 50, 25, 150 ആണ് LCM. 150 എന്ത് ചെയ്തു? നമുക്ക് ഇവിടെ എത്രയെന്ന് കിട്ടി? 50 × 3 150, 30 × 5 150, 25 × 6 150 അല്ലേ? ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? 6 5 11, 11 3 14 എഴുതി, ഇൻറ്റു 3 സ്പീഡ് ഉള്ളത് കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. എത്ര കിട്ടും? നമുക്കിവിടെ 75 ആണ്. 75/7 ഇൻറ്റു 3 വരും അല്ലേ? 75 × 7 നമുക്ക് എത്ര കിട്ടും? 75 × 2 150. 150 ഇപ്പം നമുക്കിത് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ഡെസിമൽ വരും. എന്തായാലും നമുക്ക് ഡെസിമൽ വരും. അപ്പോൾ നമുക്ക് മിക്സർ ഫ്രാക്ഷനിലോ ഡെസിമലിലോ നമുക്ക് ആൻസർ എഴുതാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നോക്കാം. 75നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 75നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 75നെ 2 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 150. വീണ്ടും ഒരു 75 കൂടെ ആഡ് ചെയ്യുമ്പോൾ 225 അല്ലേ? അപ്പോൾ 225 ഡിവൈഡഡ് ബൈ 7 ആണ്. 225 ഡിവൈഡ് ബൈ 7 നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 225 ഡിവൈഡഡ് ബൈ 7, 7 3 21, 1 5 14, 7 14, ശിഷ്ടം 1. അങ്ങനെയാണെങ്കിൽ ആൻസർ 32 1/7 km/h എന്ന് നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സ്പീഡ്. ഇംപ്രോപ്പറിനെ മിക്സറിലോട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഇത് പെർസെൻറ്റേജ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആയി. നോക്ക്, പെർസെൻറ്റേജ് അല്ലേ തന്നേക്കണം. ഓൺ എ സർട്ടൻ ജേണി എ ടാക്സി ആവറേജസ് 50 km/h 50% of the distance, 40 km/h for 40% of it and 20 km/h for the remaining എന്നാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കേ, ഈ എന്താ ഈ 50% 40% ഒക്കെ ഈ ചോദ്യത്തിൽ? ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ഉണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസിൽ ആദ്യം 50%. ഓക്കെ, 50%. അതാണ് കഴിഞ്ഞ് എത്ര പെർസെൻറ്റേജ്? 40%. അപ്പോൾ എൻ്റർ ജേണി എപ്പോഴും എത്ര പെർസെൻറ്റേജ് ആയിരിക്കണം? 100% ആയിരിക്കണം. അപ്പോൾ റിമൈനിങ് എന്ന് പറയുന്നത് 10%. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് ആക്ച്വലി എന്തിലാണ്? ആ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് നമ്മുടെ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ഡിസ്റ്റൻസ് ആണ്. അപ്പം നോക്ക്, ഒരാൾ ഇപ്പം എന്തായിരിക്കും ചോദ്യത്തിൻ്റെ മലയാളം? ഒരാൾ തൻ്റെ യാത്രയുടെ 50%, ഒരാൾ തൻ്റെ യാത്രയുടെ 50% 50 km/h ട്രാവൽ ചെയ്തു. 40% 40% km/h ട്രാവൽ ചെയ്തു. ബാക്കി വന്ന 10% എന്ത് ചെയ്തു? 20 km/h ട്രാവൽ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചോദ്യം. അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ ഡിസ്റ്റൻസ് ഉണ്ട്. ഡിസ്റ്റൻസ് നമ്മൾ എന്തെടുക്കണം? നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. നമ്മൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട. നമ്മൾ ഡിസ്റ്റൻസ് എന്തെന്ന് വിചാരിക്കുക? 100%. അപ്പം നമ്മളെ ഡിസ്റ്റൻസ് 100 ആണ് എന്നെടുക്കുക. 100% ഡിവൈഡഡ് ബൈ നമുക്ക് സമയമാണ് വേണ്ടത്. സമയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ആദ്യം 50% ഡിവൈഡഡ് ബൈ 50. 50% 50 സ്പീഡിലല്ലേ പോയത്? 50% 50 പോയി. അപ്പോൾ ഡിവൈഡ് ബൈ നോക്ക്, ഇത് എന്താണ്? ഇത് സ്പീഡ്, ഇത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് പ്ലസ് ആദ്യത്തെ ടൈം കിട്ടി. രണ്ടാമത്തെ ടൈം നോക്കാം. 40/40 എത്രയാണ്? നമുക്ക് 40 ആണ്. അതും 40 തന്നെയാണ്. ഇനി പ്ലസ് അടുത്ത് നോക്കാം. ഇനി എത്രയാണ് വരുന്നത്? അടുത്തത് 10 ആണ്. 10 ആണ് ഡിസ്റ്റൻസ്. അപ്പോൾ 10/10 എന്താണ് സ്പീഡ്? 20 ആണ് സ്പീഡ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് എത്ര കിട്ടാൻ പോണേ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ 100 എഴുതി ബൈ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആക്ച്വലി എന്തായി മാറി? 1 ആയി മാറി. ഇത് ചെയ്യുമ്പോൾ എത്രയായി മാറി? 1 ആയി മാറി. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 1 1 1/2, 1 1 കൂടാകുമ്പോൾ 2 2.5 എന്ന് കിട്ടും. 2.5 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, അത് ഇവിടെ എഴുതാം. 100 ഡിവൈഡഡ് ബൈ
2.5 എന്ന് വന്നു. ഈ 2.5 നമുക്ക് എന്തിലോട്ട് മാറ്റാം? ഇത് മിക്സഡിലാണ്, ഇംപ്രോപ്പറിലോട്ട് മാറ്റാം. ഇംപ്രോപ്പറിലോട്ട് മാറ്റാൻ 2×4 ഒന്ന് 5/2 അല്ലേ, 100/5/2. അപ്പോൾ ഒരു സംഖ്യയെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമുക്ക് ഫ്രാക്ഷൻ കൊണ്ട് ഡിവിഷൻ ചെയ്യണം. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 100 × 2/5. ഇതും ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? നമുക്കിവിടെ 20 എന്ന് കിട്ടും. 20 × 20 40 km/h എന്ന് എന്ത് കിട്ടും? ആവറേജ് സ്പീഡ് കിട്ടും. 40 km/h എന്നാണ് ഇവിടെ എന്ത് കിട്ടുന്നത്? ആവറേജ് സ്പീഡ് കിട്ടുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്തു? ഡിസ്റ്റൻസ് ഇനി പെർസെൻറ്റേജ് തന്നാലും നമ്മൾ നേരത്തെ ചെയ്യുന്ന അതേ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? നമ്മൾ പ്രോളോങ് ചെയ്ത് കൊടുത്താൽ മതി. ഡിസ്റ്റൻസ് നമുക്ക് പെർസെൻറ്റേജ് തന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ പഠിച്ച എൻ്റയർ ജേണിക്ക് എപ്പോഴും എന്ത് കൊടുക്കണം? 100% കൊടുത്ത് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇഫ് രാമു ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h ഫോർ ദ ഫസ്റ്റ് 4 hours. നമ്മൾ മൂന്നാമത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. 2 ടൈപ്പ് നമ്മൾ പഠിച്ചു. എന്താണ്? ഒന്ന് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുന്ന ക്വസ്റ്റ്യനും രണ്ടാമത്തത് ഡിസ്റ്റൻസും സ്പീഡും തരുന്ന ക്വസ്റ്റ്യൻസ്. അങ്ങനെ 2 വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് വേറൊരു കഥ പറയാം, വേറൊരു സംഭവം പറയാം. ഇപ്പം ഞാനും ഉണ്ട്, നിങ്ങളും ഉണ്ട്, നമ്മൾ ഒരുമിച്ചാണ്, നമ്മളെല്ലാവരും ഉണ്ട് അല്ലേ. നമ്മുടെ സഹാരി ടീം എന്താണ്? എവിടെ പോവാണ്? ഒരു ടൂർ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. നമുക്ക് മസനഗുഡി വഴി നമുക്ക് ഊട്ടിയിൽ പോവാം. ഏത് വഴി പോവാം? യെസ്, മസനഗുഡി വഴി നമുക്ക് ഊട്ടിയിലൊന്ന് യാത്ര ചെയ്തിട്ട് വരാം. അപ്പം നമ്മളെ യാത്ര നോർമൽ കേസിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്? മസനഗുഡി വഴി നമ്മൾ ഊട്ടിയിൽ പോകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. മസനഗുഡി വഴി നമ്മൾ ഊട്ടിയിൽ പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, അപ്പം നമുക്ക് അറിയാം, യാത്രയൊക്കെ നമുക്ക് അറിയാമല്ലോ, യാത്രയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മളെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ 100 കിലോമീറ്ററേ, അത് 100 അങ്ങനെ വേണ്ട, ആദ്യത്തെ ഒരു 4 മണിക്കൂർ, ആദ്യത്തെ 4 മണിക്കൂർ ഒരു 50 km/h സ്പീഡിൽ ട്രാവൽ ചെയ്തു. നമ്മൾ എല്ലാവരും കൂടി ആദ്യത്തെ 4 മണിക്കൂർ 50 km/h വേഗത്തിൽ ട്രാവൽ ചെയ്തു. ഇനി നോക്കണേ, അടുത്ത ഒരു 5 hour 5 മണിക്കൂർ ഞാനൊരു 40 km/h വേഗത്തിൽ ട്രാവൽ ചെയ്തു. ഇനി അവസാനത്തെ 1 മണിക്കൂർ ഒരു 30 km/h സ്പീഡിൽ ട്രാവൽ ചെയ്തു. അങ്ങനെ 3 കേസുകളാണ്. ഈ 3 കേസുകൾ പറഞ്ഞതിന് ശേഷം ഫൈൻഡ് ഹിസ് ആവറേജ് സ്പീഡ്, അല്ലെങ്കിൽ നമ്മുടെ ആവറേജ് സ്പീഡ്, ശരാശരി വേഗത എന്താണ് എന്ന് ചോദിക്കുന്നു. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? സമയവും തന്നിരിക്കുന്നു, നമുക്ക് തന്നിരിക്കുന്നു, വേഗതയും തന്നിരിക്കുന്നു. സമയവും വേഗതയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സമയവും തന്നിട്ടുണ്ട്, വേഗതയും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 50 km/h 4 മണിക്കൂറിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എന്ന് പറയുന്നു. 50 km/h 4 മണിക്കൂറിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 50 × 4 നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടില്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടത്തില്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. കാര്യം എന്തുകൊണ്ടാണ്? 50 × 4 ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? എത്രയാണ്? 4 മണിക്കൂർ കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? 4 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്ര ദൂരമാണ് സഞ്ചരിച്ചത് എന്ന് നമുക്ക് കിട്ടും. എത്രയാണ്? 200 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു. അടുത്ത് നോക്കണേ, അടുത്തത് എത്രയാണ്? 40 km/h വേഗത്തിൽ നമ്മൾ എത്ര 5 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? അത് നമ്മൾ 200 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അവസാനത്തെ 1 മണിക്കൂറിൽ 30 കിലോമീറ്ററിൽ 1 മണിക്കൂർ ട്രാവൽ ചെയ്തപ്പോൾ 30. അങ്ങനെ നമുക്ക് മൊത്തം ഡിസ്റ്റൻസ് 430 എന്നും മൊത്തം ടൈം നമുക്ക് നോക്കുമ്പോൾ എത്രയാണ്? 10 hours എന്നും കിട്ടും. അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം 430 കിലോമീറ്റർ, ആകെ സഞ്ചരിക്കാൻ എടുത്ത സമയം 10 hours. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? ആൻസറിലേക്ക് പോവാൻ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോണേ? ആവറേജ് സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ എന്ന് കിട്ടും. 43 km/h ആണ്.
പക്ഷേ ഇത് നമ്മൾ കുറേ സ്റ്റെപ്പ് എഴുതിയല്ലേ ചെയ്ത്, നമുക്കിത് ഒരുമിച്ച് അങ്ങ് എഴുതാം. ഒരുമിച്ച് ചെയ്യുന്നതാണ് ബെറ്റർ. ഒരുമിച്ച് നമുക്ക് ചോദ്യം വായിച്ച് ഒരുമിച്ച് ചെയ്യാം. എങ്ങനെയാണ്? 60 km/h ഫസ്റ്റ് 4 hours. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ചോദ്യമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞ ചോദ്യം എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടല്ലോ. ഇത് നമ്മൾ ഒരുമിച്ച് നമ്മൾ ചെയ്യാനാണ് പോകുന്നത്. ഫസ്റ്റ് 60 km/h 4 hours കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 60 × 4 ചെയ്യുമ്പോൾ ആദ്യത്തെ ഡിസ്റ്റൻസ് പ്ലസ്, ഇനി ഹിസ് ജേർണി 80 km/h ഫോർ നെക്സ്റ്റ് 4 hours. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 80 × 4 എഴുതി അടുത്ത ഡിസ്റ്റൻസ് കിട്ടി പ്ലസ് ആൻഡ് 40 km/h ലാസ്റ്റ് 2 hours. കണ്ടോ, ഇതാണ് എൻറ്റയർ ജേർണി. അപ്പോൾ മൊത്തം ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ, മൊത്തം എടുത്ത ടൈം 4 4 2. ഇത് 4 ഇത് 4 ഇത് 2. സെറ്റാണേ? നമുക്ക് ആൻസറിലേക്ക് പോയി നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യും 6 4 24 240 പ്ലസ് 8 4 32 320 പ്ലസ് 4 2 8 80 ഡിവൈഡഡ് ബൈ 10. നോക്കാം. 240 320 400 ആയി. 400ഉം 240 കൂടെ 640 അല്ലേ? 640 ഡിവൈഡഡ് ബൈ 10 എന്ത് കിട്ടും? 64 km/h ആണ് ആവറേജ് സ്പീഡ്. അപ്പം നമ്മൾ 3 വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? നമ്മൾ ആവറേജ് സ്പീഡ് എടുത്തത് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്തൊക്കെ നമുക്ക് തരുന്നു? വേഗതയും ദൂരവും തരുന്ന ചോദ്യമായിരുന്നു. ഇപ്പോൾ വേഗതയും സമയവും തരുന്ന ചോദ്യമാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും വീണ്ടും കാണാം. ഗുഡ് ബൈ. ഓൾ ദ വെരി ബെസ്റ്റ്.